ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാന ആക്രമണം. സിംഗുകണ്ടത്ത് ചക്കക്കൊമ്പൻ വീട് തകർത്തു. സിംഗുകണ്ടം നടുവിൽ മറിയക്കുട്ടിയുടെ വീടാണ് ആന തകർത്തത്. വീട്ടിലുള്ള രാജരത്നം ഓടി രക്ഷപ്പെടുകയായിരുന്നു. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും. ആഷിഖ്, എപ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത്? വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? വീട്ടിലുള്ള ആളുകൾ രക്ഷപ്പെട്ടതുകൊണ്ട് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ജിൽസി, ഇന്ന് പുലർച്ചെ രാവിലെ 3 മണിയോട് കൂടിയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. രാവിലെ ആനയെത്തി, ചക്കക്കൊമ്പൻ എത്തി സിംഗുകണ്ടം നടുവിൽ മറിയക്കുട്ടിയുടെ വീട് പൂർണ്ണമായും തകർക്കുകയായിരുന്നു. വീട് മാത്രമല്ല, വീട്ടിലെ വീട്ടുപകരണങ്ങൾ അടക്കം സർവ്വസാധനവും നശിപ്പിച്ചിട്ടുണ്ട് ആന. തൊട്ടടുത്തുള്ള വീട്ടിലെ താമസക്കാരനായ രാജരത്നം ആനയെ കണ്ട് ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് ജീവൻ രക്ഷമായില്ല. മറിയക്കുട്ടി കോട്ടയത്ത് ചികിത്സയിലായിരുന്നു. അതുകൊണ്ട് മറിയക്കുട്ടിക്കും അപകടമുണ്ടായില്ല. ആളൊഴിഞ്ഞു കിടന്ന വീടാണ് ചക്കക്കൊമ്പൻ ഇടിച്ച് തകർത്തിട്ടുള്ളത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ സിംഗുകണ്ടം മേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണ് ആന. ആനയുടെ ആക്രമണം സ്ഥിരം സംഭവമായി വരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ കാട്ടാനയെ ഇവിടെ നിന്ന്, ആ മേഖലയിൽ നിന്ന് തുരത്താനുള്ള ഇടപെടൽ ഉണ്ടാകണം എന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. നമുക്കറിയാം, സിംഗുകണ്ടം ചിന്നക്കനാൽ മേഖല മുൻപ് അരിക്കൊമ്പന്റെ വലിയ സാന്നിധ്യവും പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഉണ്ടായിരുന്ന മേഖലയാണ്. ഇപ്പോൾ ചക്കക്കൊമ്പനാണ് അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും ഇന്ന് പുലർച്ചയോട് കൂടിയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ചിന്നക്കനാൽ സ്വദേശി മറിയക്കുട്ടിയുടെ വീട് തകർത്തത്. വീട് പൂർണ്ണമായും തകർത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ജിൽസി, ശരി, മുഹമ്മദ് ആഷിഖാണ് വിവരങ്ങൾ നൽകിയത്.